അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പവിത്രമായ ഒരു മതമാണ്. അതുകൊണ്ട് തന്നെയാണ് മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും വിട്ടുനിൽക്കാൻ പരിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നത്. മുസ്ലിങ്ങളായ നാമെല്ലാവരും ഹറാമായ കാര്യങ്ങളെ തൊട്ട് വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ് മദ്യപാനം. വിശുദ്ധ ഖുർആനിൽ മദ്യപാനത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇരുലോകത്തും വിജയം കൈവരിക്കാൻ പരിശുദ്ധമായ ദീനു ഇസ്ലാം നിർദ്ദേശിച്ച മാർഗങ്ങളാണ് മദ്യം വർജിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് മദ്യപാനമില്ലാത്ത പാർട്ടികളും പരിപാടികളും വളരെ കുറവാണ്. സർവ്വ തിന്മകളുടെയും താക്കോലെന്നത് മദ്യപാനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മദ്യപിച്ച് കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെയും ജീവിച്ച ഒരു യുവാവിന് സംഭവിച്ച വേദനാജനകമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു ഖബർസ്ഥാനിൽ നടന്ന സംഭവം. ജനങ്ങൾ ജോലി കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെ മടങ്ങിവരുന്ന ജനങ്ങൾ പങ്കുവച്ച ഒരു അനുഭവമാണിത്. ഒരു യുവാവിനെ മറമാടിയതിനു ശേഷം ഏതാനും സമയം കഴിഞ്ഞ് ജനങ്ങൾ എല്ലാവരും മടങ്ങിപ്പോയി. അതിനുശേഷം ഒരു നായ അവിടെ വന്ന് വല്ലാതെ കുരയ്ക്കാനും ഓരിയിടാനും തുടങ്ങി. 2-3 ദിവസം ഇത് ആവർത്തിച്ചു. 4-ാമത്തെ ദിവസം ജനങ്ങൾ ഇത് കാണാൻ ഇടയായി. അങ്ങനെ നാട്ടിലെ ഒരു യുവാവ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനായി തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലുണ്ടായിരുന്ന ഒരു പണ്ഡിതന്റെ അടുത്തുപോയി ഈ വിഷയം ചർച്ച ചെയ്തു. ഇദ്ദേഹം മറ്റു പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് അവസാനം ഖബർ തുറക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾക്കും ഈ കാര്യം എന്താണെന്നറിയാൻ വളരെ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെ പണ്ഡിതന്മാർ ആ മയ്യത്തിന്റെ കുടുംബക്കാരോട് ഈ വിഷയം ചർച്ച ചെയ്യുകയും അവരുടെ സമ്മതം ലഭിച്ചാൽ മാത്രം ഖബർ തുറക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ സഹോദരന്മാരോട് ചോദിച്ചു. സഹോദരന്മാർ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. അന്നേ ദിവസം ആ നായയെ അവിടെ കണ്ടില്ല. ജനങ്ങൾ ഖബർ കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഖബറിൽ നിന്നൊരു പാമ്പ് പുറപ്പെടുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. തത്സമയം തന്നെ ജനങ്ങൾ അവിടെ നിന്നും പേടിച്ചോടിപ്പോയി. അവിടെ നിന്നും ആ പാമ്പ് കാണാതെയായി. അതിനുശേഷം വീണ്ടും ഖബർ കുഴിക്കാൻ തുടങ്ങി. ഖബറിൽ നിന്ന് അവർക്ക് ആ മയ്യത്തിനെ വളരെ മോശമായ രീതിയിൽ കാണാൻ സാധിച്ചതുകൊണ്ട് ഉടനെ തന്നെ അവർ ഖബർ അടക്കുകയും ചെയ്തു. നാട്ടിലെ ഈയൊരു വിഷയം ചർച്ചയായി. അങ്ങനെ പണ്ഡിതന്മാർ കുടുംബക്കാരുടെ അടുത്തേക്ക് പോയി യുവാവിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഈ സഹോദരൻ മദ്യപിക്കുകയും കുടുംബക്കാരോട് മദ്യപാനം കാരണം മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാവാം അദ്ദേഹത്തിന് ഈ ഒരു ശിക്ഷ ലഭിച്ചത് എന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശിക്ഷ എന്ന് പണ്ഡിതന്മാർ പറയുകയും ചെയ്തു. ഈ ഒരു സംഭവം വലിയ പാഠങ്ങൾ ഓരോ മുസ്ലിമിനും നൽകുന്നത്. മദ്യപാനം ഉപേക്ഷിക്കാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. മദ്യപാനം എന്നത് നൈമിഷികമായ ഒരു ആസ്വാദനം മാത്രമാണ്. എന്നാൽ അതുമൂലമുണ്ടാകുന്ന നാശം വളരെ വലുതാണ്. മദ്യപാനിക്ക് ആഹാരം കൊടുക്കുന്ന സ്ത്രീയെപ്പോലും ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവൻ്റെ സ്വർഗ്ഗലോകത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.